നിങ്ങൾ കേരളത്തിലെ പാരൻസ് ആണെങ്കിൽ ഉറപ്പായിട്ടും എൻ്റെ ഈ വീഡിയോ കണ്ടിരിക്കണം. കാനഡയിലെ എൻ്റെ 25 വർഷത്തെ ജീവിതത്തിൽ പാരൻറ്റിനെ കുറിച്ച് ഞാൻ അറിഞ്ഞ കുറച്ച് സത്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ആട്ടോ. അതായത് കുട്ടികളുടെ ഇമോഷൻസും അതുപോലെ അവരുടെ ഫീലിങ്സും എക്സ്പ്രസ് ചെയ്യാനുള്ള എൻകറേജ്മെൻറ്റ് പാരൻസ് കൊടുക്കും. വിഷമമാണെങ്കിൽ ഇറ്റ് ഈസ് ഓക്കെ ടു ക്രൈ, ദേഷ്യമാണെങ്കിൽ സമയം കൊടുക്കും. ചിലപ്പോൾ 2, 3, 4 മിനിറ്റ് കുട്ടികളെ ആ സമയത്ത് ഒരു ബോധം ചെയ്യിക്കത്തില്ല. കാരണം ആ സമയത്തും കുട്ടി അവിടെ മിണ്ടാതിരുന്ന് അത് കഴിഞ്ഞിട്ട് കുട്ടി തന്നെ നോർമലായിട്ട് എഴുന്നേറ്റ് വരും. എന്നിട്ട് അവർ ചോദിച്ച കാര്യങ്ങളെല്ലാം ചോദിച്ചപ്പോൾ അതൊക്കെ കാമായിട്ട് ആ കുട്ടികളുടെ ലെവലോട്ട് ഇറങ്ങിച്ചില്ല. ഒരിക്കലും അപ്പോഴവർ ചോദിക്കുന്നത് ഒരു അഡൾട്ടായിട്ടല്ല, കുട്ടികളുടെ ലെവലിൽ ഇറങ്ങിച്ചെന്ന് എന്താ പറ്റിയത്, എന്താ അങ്ങനെ കരഞ്ഞ്, എന്താ അങ്ങനെ ബിഹേവ് ചെയ്യുക എന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കി എടുക്കട്ടെ. ആ ഒരു ലെവലിൽ ഇറങ്ങി ചോദിക്കുമ്പോൾ കുട്ടികൾക്ക് പിന്നെ എല്ലാം വന്ന് പാരൻസിനത് പറയാനൊരു തോന്നും. പിന്നെ അടുത്തെന്ന് വെച്ചാൽ വീട്ടിലെ എല്ലാ കാര്യങ്ങളും തീരുമാനമെടുക്കുമ്പോൾ അഭിപ്രായങ്ങൾ പറയാൻ കുട്ടികൾക്കും അവസരം കൊടുക്കും. അവരെ ഇൻവോൾവ് ചെയ്യിപ്പിക്കും തീരുമാനം എടുക്കുമ്പോഴും. അല്ലാതെ പിന്നെന്താ കുക്ക് ചെയ്യേണ്ടത് അത് കുട്ടികളും ചോദിക്കും. നമുക്ക് വീട്ടിൽ എന്താ തീർന്നത്, അത് വാങ്ങിക്കണമല്ലോ, അതൊക്കെ കുട്ടികളെ ഇൻവോൾവ് ചെയ്യിപ്പിക്കും. പിന്നെ എല്ലാ കാര്യം കുക്കിങ്ങിലായാലും എല്ലാ കാര്യത്തിലും കുട്ടികളും പാരൻസിൻ്റെ കൂടെ നിന്ന് അടുക്കളയിൽ നിന്ന് എല്ലാ കാര്യങ്ങളും അവർ ചെയ്യുകയും ടൈഡിയപ്പ്, റൂം ക്ലീനിങ് ആയാലും ടൈഡിയപ്പ് ആയാലും എല്ലാവരും കുട്ടികളെ ഉൾപ്പെടുത്തി ഇവിടെ എല്ലാ കാര്യങ്ങളും. കുട്ടീനെ ഞാൻ പറയും എപ്പോഴും ഒരു കുട്ടിയായിട്ടല്ല അവർ ട്രീറ്റ് ചെയ്യുന്നത്. അവർ ഒരു വ്യക്തി എന്ന രീതിയിൽ അവർ കാണുന്ന കുട്ടിയെ. അതിലെ പാരൻറ്റിങ് സ്റ്റൈൽ എന്ന് പറയുന്നത് അവരെ നിയന്ത്രിച്ച് അടക്കി ഒതുക്കി വളർത്തുക എന്നുള്ളതല്ല, അവരെ ആത്മവിശ്വാസവും ഉത്തരവാദിത്ത ബോധവും ബഹുമാനവും സ്വാതന്ത്ര്യവും ഉള്ള ഒരു നല്ല അഡൾട്ടാക്കി, ഒരു നല്ല മനുഷ്യനാക്കി വളർത്തി എടുക്കുക എന്നുള്ളതാണ് ഇവരുടെ പാരൻറ്റിങ് സ്റ്റൈൽ.